രാധിക സുബ്രഹ്മണ്യം ഒരു സുന്ദരി കുട്ടിയാണ്. മനോഹരമായ പുഞ്ചിരിയും നല്ല ചുറുചുറുക്കും, വേഷവിധാനങ്ങൾ അതിലേറെ ഭംഗിയിലും. ആരാണ് രാധിക സുബ്രഹ്മണ്യം? രാധിക സുബ്രഹ്മണ്യം ആള് ചില്ലറക്കാരിയൊന്നുമല്ല. സുരക്ഷിതമായ ഒരു കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് മനസ്സു പറയുന്നത് പിന്തുടർന്ന് രാജ്യമെങ്ങും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു ട്രാവൽ ഇൻഫ്ലുവൻസറാണ് രാധിക. ഇംഗ്ലീഷും തമിഴും നന്നായി സംസാരിക്കും. അടുത്തിടെയാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയത്, അതായത് 2025 മെയ് മാസത്തിൽ. എന്നാലും അവൾക്ക് 2K ഫോളോവേഴ്സ് ഉണ്ട്. ജെൻസിയുടെ സ്വപ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നവളാണ് ഈ സുന്ദരി. ഒരു പ്രദേശത്തെ സംസ്കാരം, ഭക്ഷണം, പ്രാദേശിക പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കഥകളാണ് ഇവൾ നമ്മോട് പറയുന്നത്. പണമുണ്ടാക്കി ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ബാഗ് പാക്ക് ചെയ്ത് ഒറ്റയ്ക്കൊരു യാത്ര സ്വപ്നം കാണാത്തവർ ആരാണുള്ളത്? എന്നാൽ ലീവ് എടുക്കാതെ, ബാഗ് പാക്ക് ചെയ്യാതെ, വിമാന ടിക്കറ്റ് എടുക്കാതെ, വിശ്രമിക്കാതെ, മുറിയിൽ നിന്ന് ഇറങ്ങാതെ രാധിക യാത്ര ചെയ്യുന്നു. യാത്രക്കിടയിൽ ഒരു ജലദോഷം പോലും വരില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും ആരും ഇവളെ ഉപദ്രവിക്കുകയുമില്ല. ശരിക്കും രാധിക സുബ്രഹ്മണ്യം ആരാണ്? ഇവൾ ഇന്ത്യയിലെ ആദ്യത്തെ AI ജനറേറ്റഡ് ട്രാവൽ ഇൻഫ്ലുവൻസറാണ്. കളക്റ്റീവ് ആർട്ടിസ്റ്റ് നെറ്റ്വർക്കാണ് ഇവളെ സൃഷ്ടിച്ചത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു വെർച്വൽ വ്യക്തിത്വം. കളക്റ്റീവ് ആർട്ടിസ്റ്റ് നെറ്റ്വർക്കിന്റെ സ്ഥാപകനും സിഇഒയുമായ വിജയ് സുബ്രഹ്മണ്യം ഈ സുന്ദരിക്കുട്ടിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാളെ പോലെയാണ് രാധിക. ജോലി ഉപേക്ഷിച്ച് സ്വപ്നയാത്ര നടത്തുന്നവൾ. അവൾ ചിന്താശേഷിയുള്ളവളും സ്വതന്ത്രയും ആളുകളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവളുമാണ്. വ്യക്തിപരവും യഥാർത്ഥവുമായ കഥകളാണ് അവളെ കൊണ്ട് ഞങ്ങൾ പറയിക്കുന്നത്. ട്രാവൽ ഇൻഫ്ലുവൻസർ രാധിക എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് ഡിസൈൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് രാധികയെ സൃഷ്ടിച്ചത്. അവളുടെ വ്യക്തിത്വം, പശ്ചാത്തലം, രൂപം എന്നിവയെല്ലാം AI നിർമ്മിതമാണ്. അവൾക്ക് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാനും ഫോളോവേഴ്സുമായി സംവദിക്കാനും കഴിയും. കൂടുതൽ ട്രാവൽ വിശേഷങ്ങൾ അറിയണമെന്നുള്ളവർ രാധിക സുബ്രഹ്മണ്യത്തിൻ്റെ ഫോളോവർ ആകുക.